എല്ലാവർക്കും വളരെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 12ാമത്തെ ഡേ. ഇന്ന് നമ്മൾ വാട്ടർ ഡയറ്റ് ആണ്. പലർക്കും വാട്ടർ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ ചേച്ചി എന്ന് പറയും. പക്ഷേ വാട്ടർ ഡയറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഫുൾ അഴുക്കും നീക്കി കളയാൻ വേണ്ടിയിട്ടും തലവേദന പോലുള്ള പ്രോബ്ലംസ്, പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന വേദനകൾ, ഇറഗുലർ പീരീഡ്സ്, ബാക്ക് പെയിന്, ചിലർക്ക് ഗ്യാസ് ട്രബിൾസ് വരിക, ഇങ്ങനെ വോമിറ്റിംഗ് അപ്പോൾ വരും, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് എന്താ പറയുന്നത് ക്യൂർ ആക്കാൻ കഴിയുന്ന ഒന്നാണ് വാട്ടർ ഡയറ്റ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ ലൂസ് മസിൽസിനെയൊക്കെ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വാട്ടർ ഡയറ്റ് എടുക്കുന്നത് കൊണ്ട് സഹായിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ വാട്ടർ ഡയറ്റ് പകരം അതേപോലെ തന്നെ നാളെ മുതൽ നമ്മൾ ഒരു ജാപ്പാനീസ് വാട്ടർ തെറാപ്പിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് ഒരു 1-2 ആഴ്ചയായിട്ട് അത് ട്രൈ ചെയ്ത് വരുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമായിരിക്കും. സോ നാളെ തൊട്ട് നമ്മുടെ ഡയറ്റിൽ ജാപ്പാനീസ് വാട്ടർ തെറാപ്പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതായത് വാട്ടർ കുടിക്കുന്ന രീതി ആ ഒരു ജപ്പാനീസ് തെറാപ്പി രീതിയിൽ ഒരു 10 ദിവസം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളിൽ ഓരോരുത്തർക്കും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് അറിയാം. നല്ല ഒരു വാട്ടർ ഡയറ്റ് രീതിയാണ് അത്. ഒരുപാട് പ്രോബ്ലംസിന് നല്ല ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അതിനെക്കുറിച്ച് നാളത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വാട്ടർ ഡയറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 12ാമത്തെ ദിവസം നിങ്ങൾ നാളെ ആയിരിക്കും ചെയ്യുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ പുതിനയും ലെമണും ക്യൂക്യുംബറും, പുതിന എങ്ങനെ അരിയണം അരിഞ്ഞെടുക്കണ്ട, ആ ഇല മാത്രം എടുക്കുക. ലെമൺ വളരെ നേർത്ത സ്ലൈസ് ആയിട്ട്, ഒരു ലെമൺ ഫുള്ളായിട്ട് വളരെ നേർത്ത സ്ലൈസ് ആയിട്ട് എടുക്കുക. ക്യൂക്കുംബറും അതേപോലെ തന്നെ വളരെ നേർത്ത സ്ലൈസ് ആയിട്ട്, ഒരു 1/4 കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ഇഞ്ചി ചതക്കൊന്നും വേണ്ട, ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിലിട്ട് വെച്ചേക്കുക. ഒരു ജഗ് വാട്ടറിൽ ഈ പുതിനയും ഇതെല്ലാം ഇട്ട് വെച്ചേക്കുക. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഈ ഒരു വെള്ളം നിങ്ങൾ ഒരു 2 ഗ്ലാസ് എങ്കിലും കുടിക്കുക. ഫുള്ളായിട്ട് കുടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 2 ഗ്ലാസ് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ കുടിക്കുക. കുടിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുന്നതും പേസ്റ്റോ അതൊക്കെ കുടിച്ചതിന് ശേഷം മതി. ചൂടാക്കണ്ട, ഒന്നും വേണ്ട. ഈ കുടിക്കാൻ വെക്കുന്ന വെള്ളം ചൂടാക്കി തണുപ്പിച്ച വെള്ളമാകാം, അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരും ഇത് ചൂടാക്കാനൊന്നും നിൽക്കേണ്ട. ഓക്കെ, അപ്പൊ ആ ഒരു വെള്ളം, ഈ ഒരു ഡീടോക്സ് വാട്ടർ വേണം നിങ്ങൾ രാവിലെ കുടിക്കാനായിട്ട്, വെറും വയറ്റിൽ കുടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആസ് യൂഷ്വൽ ആവാരം പൂ ടീ കുടിക്കാം. അതിനകത്ത് ഒരു മധുരവും ചേർക്കാൻ പാടില്ല. ജസ്റ്റ് ആവാരം പൂ ഇട്ട് തിളപ്പിക്കുക, ആ വെള്ളം കുടിക്കുക. അല്ലാതെ അതിനകത്ത് ഒന്നും മധുരമോ ഒന്നും ചേർക്കാൻ പാടില്ല. ആവാരം പൂ ടീ മാത്രം കുടിക്കാം. അതിനുശേഷം വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മല്ലി, അത് ഫസ്റ്റ് വെള്ളം നിങ്ങൾക്ക് ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് കുടിക്കാം, അത് പ്രശ്നമില്ല. ഓരോ മണിക്കൂർ ഇടവിടുമ്പോഴും നിങ്ങൾ ഇതുപോലെ വെള്ളം കുടിക്കണം. പ്ലെയിൻ വാട്ടർ അല്ല കുടിക്കാൻ ഞാൻ പറയുന്നത്, ഇതുപോലെ ഞാൻ പറയുന്ന വെള്ളം കുടിക്കുക. മല്ലി, ഒരു സ്പൂൺ മല്ലി ഒരു 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്തിട്ട് ആ വെള്ളം വേണം നിങ്ങൾ അടുത്ത ഇടവേളകളിൽ കുടിക്കാനായിട്ട്. എത്രത്തോളം നിങ്ങൾക്ക് 2 ഗ്ലാസ് എത്രത്തോളം സമയം കുടിക്കാൻ പറ്റുന്നോ അത്രത്തോളം സമയം കുടിക്കുക. ഓക്കെ, പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രാവിലെ നമ്മുടെ ഡീടോക്സ് വാട്ടർ, അത് കഴിഞ്ഞ് ആവാരം പൂട്ടി, അത് കഴിഞ്ഞ് ഡീടോക്സ് വാട്ടറിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ സമയങ്ങളിൽ കുടിക്കാം. അതിനുശേഷം ഈ മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം വേണം അതിനുശേഷമുള്ള സമയങ്ങളിൽ കുടിക്കാം. എത്രത്തോളം നേരം അത് വരും എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കുടിക്കുന്ന അനുസരിച്ചിരിക്കും. അതേപോലെ കുടിക്കുക. ഇല്ല തീർന്നു പോയി അത് കുടിക്കാൻ ഇനി വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള വെള്ളം, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. ചൂടാക്കിയ വെള്ളമല്ല, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുടിക്കാം. ഈ മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളവും ഒന്ന് ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം വേണം കുടിക്കാനായിട്ട്. അതായത് എല്ലാ വാട്ടറും നിങ്ങൾ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടർ വേണം എല്ലാം കുടിക്കാനായിട്ട്. ഓക്കെ, അതിനുശേഷം ഒരു ഗ്രീൻ ടീ കുടിക്കാം. ഗ്രീൻ ടീ കുടിക്കുന്ന സമയത്ത് 2 തുളസി ഇല കൈ കൊണ്ട് തന്നെ നല്ലപോലെ പിച്ചി അതിനകത്ത് ഇട്ടതിന് ശേഷം ഗ്രീൻ ടീ തുളസി ഇല ഇട്ടിട്ട് ഏതെങ്കിലും ഒരു സമയം കുടിക്കാം. അതായത് ഇത് കഴിച്ചതിന് ശേഷം മല്ലിയിട്ട് വെള്ളം കുടിച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഗ്രീൻ ടീ കുടിക്കാം. അതിനുശേഷം ഈവനിങ് സമയത്ത് ഒരു വൈകുന്നേരം 4-5 മണി നമ്മൾ ഈ ആവാരം പൂട്ടിയെ കുടിക്കുന്ന സമയമുണ്ടല്ലോ, ഈവനിങ് സമയം. അത് ചിലർ രാവിലെ മാത്രമേ കുടിക്കൂ, അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുകയാണ് ഈവനിങ് ചുക്കിട്ടിട്ട് കാപ്പി കുടിക്കാം. ചുക്ക് കാപ്പി മീൻസ് നമ്മുടെ പ്ലെയിൻ വാട്ടറിൽ ചുക്ക് മാത്രം ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് തണുപ്പിച്ച് 1 ഗ്ലാസ് ചുക്കിട്ട വാട്ടർ കുടിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ഡേ ഫുള്ളായിട്ട് വാട്ടറായിട്ട് കുടിക്കേണ്ടത്. നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഒരു മാതളം എടുത്ത് നല്ലപോലെ ജ്യൂസ് എടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ ജ്യൂസ് എടുക്കുക. ജ്യൂസ് എടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കണം. 2 മാതളോ 3 മാതളോ എടുക്കാതെ നിങ്ങളുടെ ഇഷ്ടമാണ്. എത്ര മാതളം എടുത്തിട്ട് 1 ഗ്ലാസ് ജ്യൂസ്
എടുത്തിട്ട് ആ ജ്യൂസ് വേണം കുടിക്കാനായിട്ട്. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ തിക്കായിട്ടുള്ള മാതളം ജ്യൂസ് കുടിക്കാം. മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്താൽ മതി. ആ ഒരു കുരുക്കളുണ്ടല്ലോ ഒരുപാട് അങ്ങ് ക്രഷ് ആയി പോകത്തില്ല. അപ്പോൾ അത് നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. ജ്യൂസും കുടിക്കാനായിട്ടും ഒരുമാതിരി വൈറ്റ് കളറിലിരിക്കത്തില്ല, ഫ്രഷ് കളറിലിരിക്കും. ആ ഒരു ജ്യൂസ് കുടിക്കുക. അതിനുശേഷം മാതളത്തിന്റെ തൊലി നല്ലപോലെ പിച്ചി ഒരു 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് അടച്ചു വെച്ചേക്കുക. ആ വെള്ളമാണ് നാളെ അതിൻ്റെ അടുത്ത ദിവസം രാവിലെ നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വാട്ടർ ഡയറ്റ് ആണെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ ഡയറ്റ് ആണ്. ഞാൻ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ചിലരൊക്കെ BP-ക്ക് ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവരാണെങ്കിൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ വെജിറ്റബിളോ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ടാബ്ലറ്റ് എടുക്കാവുന്നതാണ്. ലൈക്ക് തണ്ണിമത്തൻ കഴിക്കാം, ക്യുക്കുംബർ കഴിക്കാം. ഇങ്ങനെ വാട്ടർ കണ്ടന്റ് ഉള്ള വെള്ളരിക്ക, നമ്മുടെ അല്ലാത്ത മലബാർ വെള്ളരി, എന്ത് വെള്ളരി, വാട്ടർ കണ്ടന്റ് ഉള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിച്ചതിന് ശേഷം ടാബ്ലറ്റ് കഴിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു രീതി വേണം ത്രൂ ഔട്ട് ദ ഡേ ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ 100% നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നതാണ്. കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പ്രോബ്ലംസിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയറ്റ് മൂലം സാധിച്ചിട്ടുണ്ട്. ഈവൻ ഡയബറ്റിക് പേഷ്യൻസ് വരെ നല്ല രീതിയിൽ അവരുടെ ആ ഒരു ചേഞ്ചസ് ഉണ്ടാകാൻ സാധിച്ചിട്ടുള്ള ഡയറ്റാണ്. 100% ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അവിടെ ഉള്ളവരോട് ചോദിക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങളെന്ന് ചോദിക്കാം. ചോദിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാം. കാരണം നമ്മുടെ ഓവർ വെയിറ്റ് ആണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒബേസിറ്റി പോലുള്ള പ്രോബ്ലംസ്. ഒബേസിറ്റി എന്ന് പറയുന്നത് നമ്മൾ അമിത ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവം. പിന്നെ ഓവറായിട്ട് നമ്മൾ ഒരു ജോലിയും ചെയ്യാതെ ഒരിടത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കുമാണ് അധികമായിട്ട് ഈ ഒബേസിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. നമുക്ക് നാളെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജാപ്പനീസ് വാട്ടർ തെറാപ്പി, അതേപോലെ തന്നെ ജാപ്പനീസ് ടവൽ എക്സർസൈസ് എന്നൊരു എക്സർസൈസ് ഉണ്ട്. അതും നമ്മുടെ വയറ് നല്ല രീതിയിൽ കുറയാനായിട്ട് സഹായിക്കും. ആ ഒരു എക്സർസൈസിന്റെ ഡെമോയിങ് നാളെ കാണിച്ചു തരാം. അതേപോലെ തന്നെ നാളെ തൊട്ട് നമുക്ക് അടുത്തൊരു 10 ദിവസത്തേക്ക് ജാപ്പനീസ് വാട്ടർ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലാണ് നമുക്ക് വീണ്ടും വീഡിയോസ് ഇടാനായിട്ട് പറ്റുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ഓരോ വീഡിയോസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മോളുടെ ചാനലിൽ ഞാനും മോളും നമ്മളൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ചുമ്മാ ഒരു ജസ്റ്റ് ഫോർ എ ഫൺ കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇഷ്ടമുള്ളവർ കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. അയ്യോ, കുളിക്കുന്ന കാര്യം പറഞ്ഞില്ല അല്ലേ? മറന്നുപോയി. കുളിക്കുന്ന കാര്യം ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങൾ കുളിക്കണം വെച്ചാൽ പൊട്ടറ്റോ നല്ലപോലെ പൊട്ടറ്റോ അരച്ചതിന് ശേഷം റാഗി പൊടി പൊട്ടറ്റോയിൽ മിക്സ് ചെയ്ത് ദേഹം മുഴുവനും തേച്ച് പിടിപ്പിക്കാം. ഇന്നലെ ആരോ കമൻറ്റ് ചെയ്തിരുന്നു, ഞങ്ങൾ സാധാരണക്കാർക്ക് പറ്റിയ സാധനങ്ങളൊക്കെ പറയും, ഇതൊക്കെ ജോലി ഇല്ലാത്തവരൊക്കെ ചെയ്യുന്നതല്ലേ, ഒരു ജോലിയും പണിയും ഇല്ലാത്തവരൊക്കെ ചെയ്യുന്നതല്ലേ എന്ന്. ജോലിയും പണിയും ഇല്ലാത്തവരല്ല, നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽ ഡോക്ടേഴ്സ് വരെ ഉണ്ട്. എത്രയും എന്താ പറയുക, ജോലിയും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ചെയ്യുന്നവരാണ്. സോ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ദയവേത് അവോയ്ഡ് ചെയ്യുക. ജോലിയൊക്കെ ഉള്ളവർ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. എല്ലാം നമ്മുടെ മനസ്സാണ്. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും നടക്കും. ഒന്നാമത്തെ ചലഞ്ച് പൂർത്തിയാക്കി വീണ്ടും 2ാമത്തെ ചലഞ്ചും പൂർത്തിയാക്കി 3ാമത്തെ ചലഞ്ച് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. അവരൊക്കെ ഒരു പണിയില്ലാത്തവരാണെന്ന് ദയവേത് കമന്റിൽ വന്ന് പറയരുത്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. തലയിൽ തേക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ, ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കട്ടി തേങ്ങാപ്പാലും മിക്സ് ചെയ്ത് തലമുടി ഫുള്ളായിട്ട് തേച്ചതിന് ശേഷം കഴുകിക്കളയുമ്പോൾ ചീവയ്ക്ക പൊടിയിട്ട് കഴുകുക, അല്ലെങ്കിൽ നോർമൽ നമ്മുടെ റൂട്ട്സിന്റെ ഷാമ്പു ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താളി ഉപയോഗിച്ച് നല്ലപോലെ കഴുകിക്കളയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ അടുത്ത ഡെയിലി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.